എല്ലാം സന്തോഷത്തോടു കൂടിയാണ്, ഐക്യത്തോടു കൂടിയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട, അത് നടക്കില്ല. ഞങ്ങൾ പരിശ്രമിക്കുന്നില്ല. നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമ്മളൊരു വീടാകുമ്പോ ചട്ടിയും കലവും നാട്ടുപ്രദേശങ്ങളിലും തട്ടിയും കുട്ടിയും കിടക്കുന്നു, ആരും ഉണ്ടാവും. PM ശ്രീ വിവാദത്തിൽ CPM CPI തർക്കങ്ങൾ ഒത്തുതീർന്നു. എല്ലാം പറഞ്ഞു തീർത്തു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. CPM-ഉം CPI-യും ചട്ടിയും കലവുമാണ്. അപ്പോൾ തട്ടിയും മുട്ടിയുമൊക്കെ ഇരിക്കും. അത് സാധാരണയാണ്, അത് സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് മന്ത്രി പറയുന്നു. PM ശ്രീ വിവാദം എല്ലാം അവസാനിച്ചുവെന്ന് മന്ത്രി പറയുമ്പോൾ കേരളം എന്താണ് മനസ്സിലാക്കേണ്ടത്? കഥയറിയാതെ ആട്ടം കണ്ട ജനസാമാന്യം വിഡ്ഢികളായോ? ഏകോദര സഹോദരങ്ങളാണ് CPI-യും CPM-ഉം എന്നവർ പറയുമ്പോൾ അവരെ തെറ്റിച്ചത് മാധ്യമങ്ങളാണ്. കേരള രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ച് ദിവസം കണ്ട നാടകത്തിൻ്റെ പൊരുളെന്ത്? ആരാണ് രാഷ്ട്രീയം കളിച്ചത്? ആരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനിവാസൻ. ശ്രീനിവാസൻ, എന്തുകൊണ്ട് ഈ തർക്കമുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ തെറ്റിക്കാൻ ഇനി ശ്രമിക്കേണ്ട എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളാണോ തെറ്റിച്ചത് CPI-യെയും CPM-നെയും? ഹലോ ആ ഹലോ നമസ്കാരം സാർ. നമസ്കാരം. ഇത് തർക്കമൊന്നും സാറ് തീർന്നിട്ടില്ല. ഒപ്പുകെട്ടത് എന്തായാലും പാഴാക്കാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് വന്ന കാരണം കൊണ്ട് CPI-നെ തണുപ്പിക്കാൻ വേണ്ടി CPM ചെയ്തിട്ടുള്ള പണിയത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒപ്പിട്ട സാധനം അത് പാഴാവില്ല. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ പെരുമാറ്റച്ചട്ടം തേഞ്ഞിട്ട് മുപ്പാട് ഇത് പിണറായി വിജയൻ ഇത് എടുത്തു കൊടുക്കും. CPI-ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാണ്ടാവും. വ്യക്തമാണ്. അപ്പൊ ഇന്ന് കുറച്ച് പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് നമുക്ക് മുഹമ്മദ് മഞ്ചേരി. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ നിങ്ങൾ വലിയ ഏകോദര സഹോദരങ്ങളാണെന്ന് ആണ്, പക്ഷേ നിങ്ങളല്ലേ അടികൂടിയത്, ഞങ്ങൾ മാധ്യമങ്ങൾ തെറ്റിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ മാധ്യമങ്ങൾ തെറ്റിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. കാരണം വെച്ചാൽ മാധ്യമങ്ങളാണ് എല്ലാം കണ്ടുപിടിച്ചതിന്റെ പല രഹസ്യങ്ങളും അത് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ കാര്യത്തിൽ ഈ മന്ത്രി എന്താണ് ഇങ്ങനെ പറയുന്നത്? ശിവൻകുട്ടി, മന്ത്രി വി ശിവൻകുട്ടി, മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ മാധ്യമങ്ങൾ നോക്കേണ്ട എന്ന് ശ്രീ മന്ത്രി പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? മന്ത്രിക്ക് അത് വിവരം കൈമോണ്ട് പറഞ്ഞതാണ്. അത് സാരല്ല, ഇനി ഇത് പറഞ്ഞുതരാം. ഈ ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഇത് ഒരധ്വാനിക്കുന്നവന്റെ പാവപ്പെട്ടവന്റെ ഒരു സർക്കാരാണ്. മാന്യജനങ്ങൾ വോട്ട് ചെയ്ത് കയറ്റിയതാണ്. അത് നമുക്ക് അത് പ്രചരണം, അത് ഞാൻ ഈ തർക്കത്തിന്റെ കാര്യമാണ്. ഓക്കെ, ഏതായാലും വ്യക്തമാണ്. ജോസ് ഇടുക്കി, ശ്രീ ജോസ്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഈ തർക്കങ്ങളൊക്കെ എന്തിന്റെ സൂചനയായിരുന്നു? അതെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നോ ശ്രീ ജോസ്? സാറേ, തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ CPM-മാർക്ക് ഇതെല്ലാം സഹിക്കാനേ പറ്റത്തുള്ളൂ. CPI-ക്കാർ ഇവരെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. CPI-ക്കാരാണ് ഇതെല്ലാം ഒന്നാം നിലയിൽ നിൽക്കുന്ന സംഘപരിവാർ വിരുദ്ധന്മാർ എന്നൊക്കെ പറയുമ്പോൾ അത് കുറെ ആൾക്കാരെ വിശ്വസിക്കും. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാകുമ്പോൾ ആ കുടുംബനാഥൻ എന്തെല്ലോ കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കട്ടെ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട CPM-മാര് CPI-ക്കാർക്ക് മറുപടി AIS കാരണം ASF കാരണം CPI-യുടെ നേതാക്കളും എല്ലാം CPM-ന്റെ നേതാക്കളെ പള്ളി വിളിച്ചിരുന്നപ്പോൾ അവരോടെല്ലാം ഇത് CPM ഇതിൽ നിന്ന് പിൻവലിഞ്ഞപ്പോൾ അപ്പൊ ജനം എന്താ മനസ്സിലാക്കേണ്ടത്? ആർക്ക് തെറ്റുപറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്? ജനം തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല സാറേ. ഇതിനകത്ത് ജനമല്ല തെറ്റ് പറയുന്നത്. നിലവിൽ നമുക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടണം എന്നുള്ള സത്യമായ കാര്യമാണ്. അതിന് വേണ്ട നിലപാടെടുക്കണം. ഒരു കുടുംബത്തിലെ ഒരു നാടിന്റെ വരുമാനം വിദ്യാഭ്യാസ മേഖല. അങ്ങ് പറയുന്നത് CPM ആയിരുന്നു ശരി, പക്ഷെ CPI-യുടെ സമ്മർദ്ദം കൊണ്ട് പുറകോട്ട് വരേണ്ടി വന്നു. പുറകോട്ട് പോയി പറയാൻ പറ്റില്ല. ഇന്നിപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞില്ല, അവര് നോക്കട്ടെ, മരവിപ്പിച്ച് നിർത്തി ആ കാര്യങ്ങൾ പഠിക്കട്ടെ. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടാന്നുള്ള മാർഗങ്ങൾ എന്താണെന്നും ആ നിലപാട് വരുമ്പോഴും അത് ശരിയാകും. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസാണ് വിളിച്ചത്. അപ്പോൾ ശിവദാസനെ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ എന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം വിചാരിക്കുകയായിരുന്നു. ശ്രീ ശിവദാസൻ, ബാലരാമപുരം, നമുക്ക് ഇന്ന് കുറച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ പ്രശ്നമൊക്കെ തീർന്നു എന്ന ഏകോദര സഹോദരങ്ങൾ ആയി മാറിയോ പെട്ടെന്ന് CPI-യും CPM-ഉം?
എനിക്ക് സുഖമല്ലായിരുന്നു സാർ, അതിനെ വിളിക്കാത്ത. ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ഒന്നാണ് ഡിസ്ചാർജ് ആയി ഇന്നലെ. എന്താ പറ്റിയത്? ഭർത്തക്കാലിൽ സയൻസ് പിടിച്ചു പൊള്ളത്തിന്റെ, അങ്ങനെ നല്ല പഴുത്തത് പിന്നെ ഇൻഫെക്ഷനായി. അപ്പൊ ഓക്കെ ആയി സാറേ, ഇപ്പൊ ക്ലിയർ ആയി, എല്ലാം മാറി, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഓക്കെ സാർ. ഞാൻ പറയാം, അതായത് CPM CPI പ്രശ്നം തീർന്നു. ആദ്യമേ പ്രശ്നമില്ല, കാരണം CPI അറിയിക്കാതെ തീരുമാനമാണ്. ഈ PM-3 പദ്ധതി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല ഗുണമുള്ള ഒരു മേഖലയാണ്. പക്ഷെ അത് നടപ്പിലാക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് പ്രശ്നം തീർന്നോ? പ്രശ്നം തീർന്നില്ല. ഈ പഞ്ചായത്ത് വർഷം കഴിയുന്നത് സാർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. കാരണം വിഷു എന്നുള്ള അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ഒരു അന്തർനാടകമാണോ ഇത്? അന്തർനാടകം തന്നെയാണ്, സംശയം. അതല്ല, ഇപ്പൊ അംഗീകരിച്ചില്ലെങ്കിൽ, പിണറായി മിണ്ടിയില്ലെങ്കിൽ ബാധിക്കുന്ന വ്യക്തമായി അറിയാം. പക്ഷെ ജനങ്ങൾക്കറിയാം, ജനങ്ങൾ തിരിച്ചറിയാം, ജനങ്ങൾക്ക് മറുപടി കൊടുക്കും സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഏതായാലും സുഖം പ്രാപിച്ചു എന്നറിഞ്ഞാൽ സന്തോഷം. കൂടുതൽ ആരോഗ്യവാനായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ന്യൂയോർക്കിൽ നിന്ന് പ്രദീപ് ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ്, ഈ PM-3യിൽ നിന്ന് പിന്മാറാനുള്ള നീക്കം കാപട്യമാണെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കൊടുക്കുന്ന കത്തിന് കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ. കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നറിയില്ല എന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ കാവിപ്പണം വേണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രി ധൈര്യം കാണിക്കട്ടെ എന്നൊക്കെയാണ് നമ്മുടെ ജോർജ് കുര്യൻ പറയുന്നത്. അപ്പോൾ ഈ പൈസ വേണ്ടാന്ന് പൂർണ്ണമായി വെക്കും എന്ന ഇതിലൊരു സംശയം ഉണ്ടോ പ്രദീപ്? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. അമേരിക്കൻ പൗരനാണ്, അഭിപ്രായം പറയാലോ അല്ലേ? ഞാനിത് നിങ്ങൾ രണ്ട് വിഭാഗത്തെ ആളുകളോടും പറയുന്നത് ഇത് അത് കുഴപ്പം. അതെന്റെ സുഹൃത്തിന് പറയാം. കാര്യം കൊല്ലത്ത് ജനിച്ച സുഹൃത്ത് തിരുവനന്തപുരത്തുകാരനാണെന്ന് വ്യാജപ്പേര് മാറ്റിയാണ് പറയാറുള്ളത്. പക്ഷെ പ്രദീപ് ഒരിക്കലും ചെയ്യാറില്ല. ന്യൂയോർക്കിൽ വരുമ്പോൾ ന്യൂയോർക്കും, ബെർമുഡയിൽ പോകുമ്പോൾ ബെർമുഡയും, തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം പറയാനുള്ള ആർജവും ധൈര്യവുമുള്ള ഒരു സംഖ്യ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരുന്നോട്ടെ, സംഖ്യ ആയിക്കോളൂ, സന്തോഷം. പിന്നെ ഇനിയോ പറയാന്ന് തോന്നുന്നത്, ന്യൂയോർക്ക് സിറ്റിസൺ വാങ്ങിയിട്ടില്ല കേട്ടോ. അതൊരു വേറൊരു പ്രോസസിങ്ങിലൂടെ നടന്നുകൊണ്ടിരിക്കുക 22 വർഷമായിട്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ആ സുഹൃത്ത് താങ്കൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലായിക്കോളൂ, ഞാൻ സ്റ്റിൽ ഇന്ത്യൻ പൗരൻ തന്നെയാണ്. ഓക്കെ, പോട്ടെ. ഞാൻ ഈ വ്യക്തിപരമായ തർക്കങ്ങൾ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മളിപ്പോ ഇടയ്ക്കൊക്കെ സ്വാഭാവികമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ല, അതിപ്പോ ഞാൻ പുള്ളിക്കാരൻ അങ്ങനെ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഞങ്ങൾ രണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ പൊതുവെ കുറച്ചും കൂടെ കൊഴുത്തു പോണത്. ഞാൻ എടുക്കുന്ന ആ രീതിയിലാണെങ്കിൽ എടുക്കണം, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എനിവേ, അപ്പൊ എന്റെ കണക്കിലാണെങ്കിൽ ഇതൊരു വമ്പൻ നാടകമായിട്ട് മാത്രമാണ്. ഞാൻ മുമ്പ് പറഞ്ഞപ്പോഴും പറഞ്ഞു. കാരണം വളരെയധികം നമ്മുടെ ഈ അമ്പലം വിഴുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല വിഷയം വളരെയധികം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് സകല ചാനലുകളും അതിനെ ഫോക്കസ് ചെയ്തിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർ ഒപ്പിടുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ സഹിക്കുന്നു, വിഷയം ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു, പിന്നെ അനിയനും ബാബ ചേട്ടനും അനിയനും എല്ലാം ആവുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം നേരെ വരുന്നു, കുറെ പദ്ധതികളോട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു, ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പൊട്ടന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണുകണ്ടുകൂടാത്ത ആൾക്കാരാണ്. കാരണം ഒരു സർക്കാർ താങ്കളെ നിരന്തരം ദ്രോഹിക്കുമ്പോൾ പോലും അത് മനസ്സിലാക്കാൻ പറ്റാതെ അവർ പിന്നെയും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുവെങ്കിൽ സാധാരണ നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറയാറുള്ള ഒരു വാക്കാണ് അവന് പൊട്ടനാണോ കണ്ണു കണ്ടൂടെ എന്ന് ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ മിസ്റ്റർ മനു, ഇവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള പദ്ധതികൾ ഏതെങ്കിലും ഇവർ നടപ്പിലാക്കാതിരുന്നിട്ടുണ്ടോ? അവർ പേരുമാറ്റി, എനിക്ക് തോന്നുന്നു 23 പദ്ധതികൾ അവർ പേരുമാറ്റി നടപ്പിലാക്കുന്നുണ്ട്. ഈ പൈസ എടുക്കും. കാരണം പൂച്ച വെറ്റി നടക്കുന്ന കതിരാവും വെച്ചുകൊണ്ടിരിക്കുന്ന ഈ മന്ത്രിമാര് എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ ഫണ്ട് വേണ്ട എന്ന് പറയുന്നത്? അത് മാത്രമല്ല, ഇന്ന് ജെറി ലൂക്കോസ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ എന്താണ്, ഞങ്ങൾ പൂർണ്ണമായി അതിനെ യോജിക്കുന്നു എന്നാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ഇല്ല, ഞങ്ങളത് ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പിന്നെ ഈ ആരാ പറയുമ്പോൾ 1-2 ആൾക്കാർ മാത്രമുള്ള ഒരു പഞ്ചായത്തിൽ നോക്കിയാൽ 2-3 CPI-ക്കാർ മാത്രമേ കാണുള്ളൂ. അത്തരമുള്ള ആൾക്കാർ തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്ത ഒരു കവിതയോ അങ്ങനെയൊക്കെ പറയാം. PM-3 മരവിപ്പിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള കത്ത് തയ്യാറായിട്ടുണ്ട്. മുഖ്യമന്ത്രി മടങ്ങിയെത്തി ഒരിക്കലും ചെയ്യില്ല മിസ്റ്റർ മനു. ഇവർ പറഞ്ഞ നോക്കൂ, വിഴിഞ്ഞം പദ്ധതിക്ക് ഇവർ സമരം ചെയ്തു, കമ്പ്യൂട്ടറിനെതിരെ ഇവർ സമരം ചെയ്തു, ട്രാക്ടറിനെതിരെ സമരം ചെയ്തു, ഇനിയിപ്പോ സ്മാർട്ട് ഫോണിനെതിരെ സമരം ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. ഇവർ സമരം ചെയ്യാത്ത വികസനവുമായിട്ടുള്ള ഒരു പദ്ധതികളും ഇന്ത്യൻ ചരിത്രത്തിലില്ല. കമ്മ്യൂണിസം അങ്ങനെ തന്നെയാണ്. അവസാന കഷ്ണം കേരളത്തിലുണ്ട്. അത് എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഈ അവസരത്തോടെ തീർന്നു കിട്ടും. താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ. അപ്പൊ ഗൗതമുണ്ട്. അപ്പൊ ഗൗതം ഇതിനൊരു മറുപടി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൗതം, നമസ്കാരം. പിണറായിക്ക് എതിരെ വിളിക്കുന്ന ആൾക്ക് സമയം കൂടുതൽ കൊടുക്കുന്നു. ഇല്ല, അങ്ങക്ക് കിട്ടിയത്ര സമയം ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും
നമ്മൾ ഈ ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായി സർക്കാരിനെതിരെ വിമർശനങ്ങൾ വരുമല്ലോ. അപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നത് അവർക്കതിന് മറുപടി പറഞ്ഞുകൊട്ടെ എന്നാണ്. നമുക്കിതിൻ്റെ കണക്കെടുത്ത് വേണമെങ്കിൽ പരിശോധിച്ചാൽ അങ്ങേക്ക് ഇത് ബോധ്യപ്പെടും എല്ലാ കാലത്തും. പറയാനുള്ളത് തൊട്ടുമുന്തി വിളിച്ചാല് വോട്ട് ചെയ്ത ജനങ്ങളെ അധിക്ഷേപിക്കരുത്. അയാള് അമേരിക്കൻ പ്രസിഡന്റിനെ പോയി വിമർശിച്ചോട്ട്. അല്ല, പക്ഷെ അതിപ്പോ ഇത് നിങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത തൃശ്ശൂർക്കാരെ നിങ്ങൾ അപഹസിക്കാറില്ലേ? നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയ ഉത്തരേന്ത്യൻ വോട്ടർമാരെ നിങ്ങൾ അപഹസിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ ജയിക്കുമ്പോൾ മാത്രം അത് ജനങ്ങളുടെ ഇതും അവർ വേറെ ആളുകൾ ജയിക്കുമ്പോൾ അത് അങ്ങനെ അല്ലെന്നും ഒക്കെ പറയാറില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് വ്യക്തമായിട്ട് കണ്ണ് കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. കണ്ണ് കാണുന്നില്ലെന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ? രാഷ്ട്രീയമായി കാഴ്ച ഇല്ല എന്നല്ലേ അർത്ഥം? ഇന്നതും അതേപോലെ പറഞ്ഞു. അതെ, അദ്ദേഹം അത് വിവരിച്ചല്ലോ. അതൊരു നാടൻ പ്രയോഗം എന്ന രീതിയിൽ പറയാണ്. കാഴ്ച അവർ കാണുന്നില്ലേ എന്ന ചോദ്യമല്ലേ ഉയരുന്നത്. ഇതിനെയൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടതുണ്ടോ? ന്യായീകരിക്കരുത് അയാൾ ഇങ്ങനെ വിട്ടിട്ട് വളമ്പുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്ന അപ്പോൾ ഇത് ഈ ഇവിടുത്തെ CPM-കാർ ഉത്തരേന്ത്യൻ വോട്ടർമാരെ പരിഹസിക്കാറില്ലേ? BJP ജയിക്കുന്ന സ്ഥലങ്ങളിലെ വോട്ടർമാരെ നിങ്ങളും അധിക്ഷേപിക്കാറില്ലേ, പരിഹസിക്കാറില്ലേ അങ്ങനെ നോക്കുമ്പോൾ? അയാൾ വികസനത്തിനെ പറ്റി പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി ആരാ കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടി കല്ലിടാൻ മാത്രമാണ് ഉമ്മൻചാണ്ടിയെ സൃഷ്ടിച്ചത്. അല്ല, അങ്ങനെയല്ലേ ഇത് സർക്കാരുകൾ തുടർച്ചയല്ലേ? പാർട്ടികൾ മാറാം, പക്ഷെ സർക്കാർ എന്നത് കേരള സർക്കാർ, ഇന്ത്യ സർക്കാർ എന്ന ഒരു സർക്കാരാണ്. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഒരു സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നത്ര ആ കാര്യങ്ങൾ ചെയ്യുന്നു, അടുത്ത സർക്കാർ അതിൻ്റെ തുടർച്ച ചെയ്യുന്നു. അങ്ങനെയല്ലേ? അങ്ങനെ തുടർച്ചയായുള്ള സർക്കാരുകളല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നത്. BJP ഒരു കാരണവശാലും കേരളത്തിലേക്ക് കൊണ്ടുവരില്ല. അതിന്റെ ഇതാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ അളക്കം. അതെ, ഇതിലേക്ക് വരാം, ഈ വിഷയത്തിലേക്ക് വരാം. CPI-യും CPM-ഉം അവര് ജ്യേഷ്ഠ അനുജ ബന്ധമാണ് ആ പാർട്ടി. അതൊരു മാധ്യമങ്ങളും തെറ്റിക്കാൻ നോക്കിയാൽ ഞാൻ ചോദിച്ചു, മാധ്യമങ്ങളാണോ തെറ്റിച്ചത് CPI-നെയും CPM-നെയും ആണോ? അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. ചില മാധ്യമങ്ങളാണോ തെറ്റിച്ചത്? പറയുന്നത് കേൾക്ക്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന അതേ അവസരം എനിക്ക് പറയാനും ആണെങ്കിൽ ആണെന്ന് പറഞ്ഞു. ചില മാധ്യമങ്ങളാണ് തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് പറഞ്ഞോ? ചില മാധ്യമങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം. ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ പണിയെടുക്കുന്നു. എന്ത് കൊട്ടേഷൻ എടുത്തത്? ഞാൻ പേര് പറയണ ചാനലിന്റെ? വേണ്ട, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ലേ? തർക്കമുണ്ട്. ഒരു മുന്നണിയാകുമ്പോ ബിനോയ് വിശ്വം എന്ന് പറയുന്ന CPI-യുടെ സെക്രട്ടറി ഈ സർക്കാരിന്റെ നീക്കം ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? MV ഗോവിന്ദൻ എന്ന CPM സെക്രട്ടറി എന്ത് CPI എന്ന് ചോദിച്ചില്ലേ? അവരെന്ത് സർക്കാർ എന്ന് ചോദിച്ചില്ലേ? അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയല്ലേ കൊടുത്ത വാർത്ത? ആയിക്കോട്ടെ, പക്ഷെ ചോദിച്ചോ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ ഞാൻ വിശ്വസിക്കാം. ഗൗതമിനെ എനിക്ക് ആരെക്കാളും വിശ്വാസമാണ്. വാർത്താ സമ്മേളനത്തിൽ കണക്കിന് കിട്ടിയില്ലേ ഗോവിന്ദമാഷിന്റെ? ശരി, അപ്പൊ ശ്രീ ഗൗതം പറയുന്നത് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു കരട് തയ്യാറാക്കി? ഇതാണ് തെറ്റിദ്ധാരണ. ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇപ്പോൾ PM ശ്രീ മരവിപ്പിക്കുകയാണെന്ന് കാണിച്ച് കേന്ദ്രത്തിന് നിങ്ങൾ ഇപ്പൊ കത്ത് തയ്യാറാക്കിയത് എന്തിനാ? നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇതാണ് നിങ്ങളൊരു തെറ്റിദ്ധാരണ. പ്രശ്നം ഞാൻ എന്തോ പ്രശ്നം പറഞ്ഞു എവിടെയെന്ന് ആണ് നിങ്ങൾ പറഞ്ഞത്. ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായി കാണരുത്. അല്ല, ഞാൻ ഗൗതമിനോട് നേരെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ PM ശ്രീ മരവിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ കത്ത് കേന്ദ്രത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠിക്കാനല്ലേ? പഠിക്കുന്ന നേരത്തെ നിങ്ങൾ ഒപ്പിടുമ്പോ പഠിച്ചില്ലേ? നടത്തുന്നല്ലോ പറഞ്ഞേ. അല്ല, ഒപ്പിടുമ്പോ പഠിച്ചില്ലേ? പഠിച്ചിട്ടല്ലേ ഒപ്പിട്ടത്? ഒരു കാലാവധി കൊടുക്കറോ അതിന്? കാലാവധി അല്ല, CPI നിങ്ങളോട് പറ്റില്ലെന്ന് പറഞ്ഞു, അതൊരു തർക്കമായി, അത് അവർ പുറത്തു പറഞ്ഞു, അത് വിവാദമായി, അപ്പം നിങ്ങൾ നിർത്താൻ തീരുമാനിച്ചു. അതാ സത്യം. എന്നിട്ട് പറയാം മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ, ഞാൻ പേര് പറയണമെന്നൊക്കെ ചോദിക്കുന്നത്, ഏത് മാധ്യമം? ഓരോ രാഷ്ട്രീയ പാർട്ടിയെ പിന്താങ്ങുന്ന മാധ്യമങ്ങളുണ്ടാവും, ചിലപ്പോൾ അവരത് കുറച്ചും കൂടി നല്ല വൃത്തിയായി കൊടുത്തു കാണും. പക്ഷെ നിങ്ങൾ പറയാത്തതല്ല ഒന്നും ആരും വിശ്വസിക്കില്ലല്ലോ. ഇത് ബൈറ്റല്ലേ? ശരി, ചില മാധ്യമങ്ങൾ, ഞാൻ ഒന്നും കൂടി പറയുന്നു, നിങ്ങൾക്ക് ഇത് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പണിയാണ് എടുക്കുന്നത്, മാധ്യമ പ്രവർത്തനമല്ല. ഈ തർക്കം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ, കൊട്ടേഷൻ വാങ്ങിയ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു നാടകമാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും കേരളത്തിൽ വിശ്വസിക്കുമോ? CPM-കാർ വിശ്വസിക്കുമോ? നോക്കാം, നമുക്ക് ഇത് കുറച്ചും കൂടി കഴിയട്ടെ. ഓക്കെ, ചന്ദ്രൻ ഇരിഞ്ഞാലക്കുടിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ. ഹലോ. ശ്രീ ചന്ദ്രൻ ഇരിഞ്ഞാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
അതെ 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 അതെ. അവിടെ ചന്ദ്രൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്? ഞാൻ ഒരു സെൽഫ് ഫിനാൻസിങ് കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അല്ല, പൊതുരംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു CPIയുടെ ഒരു പ്രാദേശികമായി അംഗത്തിലുള്ള ആളാണ്. അപ്പൊ നമ്മുടെ പൊതുവേദി ധാരാളം CPIക്കാരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കൂടുതൽ CPMകാരാണ് കാണുന്നത്. അപ്പൊ CPIക്കാർ ഒന്ന് മനസ്സിലാക്കണം, ഈ ലോകത്തിൽ തെറ്റുപറ്റാത്തവരില്ല എന്ന് പറഞ്ഞ ആള് മസാഖാവ് ലെനിനാണ്. ലെനിൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? ജീവിച്ചിരിക്കുന്നവരായാലും. ഞാൻ ചോദിക്കുന്നത് ഇതിൽ തെറ്റുപറ്റിയത് ആർക്കാണ്? CPMനാണോ CPIക്കാണോ? CPMനായാലും CPIക്കായാലും അവിടെ നിൽക്കട്ടെ. 1960 കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഈ PM ശ്രീ പദ്ധതിയിൽ തെറ്റുപറ്റിയത് ആർക്ക്? തെറ്റുപറ്റിയ കാര്യം അവിടെ നിൽക്കട്ടെ. തെറ്റുപറ്റിയത് കൊണ്ടാണല്ലോ അത് 1916 കഥ പറഞ്ഞു, ലെനിന്റെ കാലത്തെ കഥ പറഞ്ഞിട്ട് നമുക്ക് ഇനി കാര്യം. നമ്മൾ ചർച്ച ചെയ്യുന്ന PM ശ്രീ അല്ല. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഒരു ചെറിയ പ്രശ്നം ഇതാണ്. എന്തെങ്കിലും ഇപ്പോഴത്തെ കാര്യം ചോദിച്ചാൽ 1916 കാര്യം 1970 അത് നടക്കില്ല. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന പ്രസന്റ് വിഷയം പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. എന്താണെന്നറിയോ? CPI ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ അധികാരത്തിൽ വന്നത്. ആ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് അല്ലേ? പറയൂ. ആ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെച്ചിട്ട് അത്രയും ത്യാഗം ചെയ്തൊരു പാർട്ടിയാണ് CPI. CPIയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുനരേകീകരിക്കണമെന്ന് എന്നും പറയുന്ന പാർട്ടിയാണ് CPI. അല്ല, നിങ്ങളെന്നും പറയുന്നതേ ഉള്ളൂ. അവരെന്നും അത് പറ്റില്ല എന്ന് അവരും പറയുന്നുണ്ട്, കേട്ടിട്ടില്ലേ? പറ്റില്ല എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പറ്റില്ലെന്ന് എത്രയോ തവണ ഞാൻ പോയി വാർത്ത ചെയ്യുന്ന കാലം തൊട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. CK ചന്ദ്രപ്പൻ ഇതിങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനത് പലതവണ റിപ്പോർട്ട് ചെയ്തു. നമുക്ക് ഒന്നിച്ചു വെക്കൂടെ? അപ്പൊ അന്നും മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് 2 പാർട്ടികളാണല്ലോ, ഇപ്പൊ ഒന്നാകേണ്ട സാഹചര്യം ഇല്ല എന്നാണ്. അതെ, അതെന്നെയാ പറഞ്ഞത്. സമയമാകുമ്പോൾ ഞങ്ങൾ വെക്കും. അപ്പൊ ചില വഴക്കുകളൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ അവിടെ വിൽക്കട്ടെ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് നിങ്ങൾ പൊതുവെ ചർച്ചയ്ക്ക് എടുക്കണം കേട്ടോ. പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചർച്ചയ്ക്ക്. അത് ഈ രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോലെ കാട്ടിലേക്ക് പോകുന്നതിനാ പറഞ്ഞ, വനവാസത്തിൽ പോകുന്ന പറഞ്ഞ. അത് നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കണം. ഇത് നിൽക്കട്ടെ. ഇത് CPM തമ്മിൽ തീർത്തോട്ടെ. ഓക്കെ, ശരി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ചന്ദ്രൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പൊ CPIക്കാരനാണ്. അപ്പോൾ CPIക്കാർ നമ്മൾ ധാരാളം പരിപാടി കാണുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ശ്രീ ചന്ദ്രൻ്റെ പ്രതികരണം. ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, സമയം ഇങ്ങനെ അതിക്രമിച്ചു പോയി. അങ്ങ് സ്ഥിരം പ്രേക്ഷകനാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ. സാറേ, താങ്കൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തിന്. അതായത് ഭരണ തെറ്റിന് ന്യായീകരിച്ച് തെറ്റ് സമ്മതിക്കണ്ടേ? ഒരു ജനങ്ങൾക്ക് പറ്റില്ല. ഏത് പൊളിറ്റിക്കാലും, ഞാൻ പൊളിറ്റിക്കലിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വ്യക്തിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അതായത് സാമ്പത്തികമായിട്ട് ഇവര് വരവ് കൂട്ടുക, ചെലവ് കുറക്കുക, അതല്ലല്ലോ നമ്മുടെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇവർ തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചോ? ഇല്ല, അത് അവസാനിക്കൂല. ഞാൻ പറഞ്ഞുതരാം സാറേ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രകാരം 1500 കോടിയല്ലേ ഗവൺമെന്റ് കൊടുക്കുന്നത്. ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഒരു ലക്ഷം കൈമലുണ്ടെങ്കിൽ 2 ലക്ഷം ചെലവാക്കൂ, 50,000 ചെലവാക്കൂ. ഇത് അതല്ല. ഇത് കൊക്കലോക്കിനെ കൊത്താവും. നമ്മൾ ഉറവുള്ള കിണറ്റിനെ വെള്ളം എടുക്കാവും. അത് നമ്മളിപ്പോ ഞാനെന്ന വ്യക്തി ഇപ്പൊ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ചിലവ്. പക്ഷെ സർക്കാരുകൾ അങ്ങനെയല്ല. ധനതത്വശാസ്ത്രത്തിന്റെ ബാലപാഠം തന്നെ പറയുന്നത് സർക്കാരുകൾ എപ്പോഴും കടം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറത്തേക്കല്ല, തിരിച്ചടയ്ക്കാൻ കഴിയും. കാരണം നമ്മൾ 25 കൊല്ലം കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വികസനത്തിലേക്ക്, അതുവഴി ധനസമാഹരണം നടക്കും, എക്കണോമി ബൂസ്റ്റ് ആവുന്നതാണ്. അപ്പം നമ്മൾ കടം വാങ്ങിക്കുന്ന പോലെയല്ല ഒരു സർക്കാർ കടം വാങ്ങിക്കുന്നത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അത്. അങ്ങ് ഒരു ധനതത്വ ശാസ്ത്രജ്ഞനെ കണ്ടാൽ അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. സർക്കാരുകൾ കടം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ. അപ്പോൾ ഷിജു കിരിയത്ത് എന്നോട് പറയുന്നു, നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. ശോഭ പറയുന്നത് ഒരിക്കലും ഇവർ തമ്മിലുള്ള തർക്കം തീരില്ലെന്നാണ് പറയുന്നത്. വരുന്ന ആളുകളിൽ ഇത് കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ രേണുകയ്ക്ക് നമ്മുടെ APJ അബ്ദുൽ കലാം പുരസ്കാരം കിട്ടിയതിൽ അനുമോദനങ്ങൾ അറിയിക്കണമെന്നൊരു പ്രേക്ഷകൻ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാർ ആങ്കർ MG രേണുകയ്ക്ക് വലിയൊരു പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ പുരസ്കാരം കിട്ടിയതിൽ അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഞാനത് അറിയിക്കാം. ഓക്കെ. അപ്പോൾ പക്ഷേ എനിക്ക് ഒരു ചെറിയ ഒരു കാര്യം, നിങ്ങൾ എന്നെ ഇതുവരെ അഭിനന്ദിച്ച് കണ്ടില്ലല്ലോ ഷിജു. രേണുകയെ മാത്രമേ അഭിനന്ദനങ്ങളുള്ളൂ. ഓക്കെ. എനിക്ക് അവാർഡ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ.
വി ടുഗെദർ ആർ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശക്തിമാൻ പറയുന്നു ഇതൊക്കെ ശബരിമല സ്വർണ്ണമോഷണം മറച്ചു വയ്ക്കാനുള്ള ഇരു പാർട്ടികളും കൂടി ഒത്തുകളിയാണെന്ന് പറയുന്നു. ദിലീപ് കുമാർ പറയുന്നു CPIയുടെ സമ്മർദ്ദം മൂലമാണ് മാറ്റിയത് എന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനാണ് ചർച്ചയെന്ന് പറയുന്നു. സന്തോഷ് കുമാർ പറയുന്നു ഭരണകക്ഷിയും മന്ത്രിസഭയിലെ ഇടതുപക്ഷ ചിന്താഗതിയേക്കാൾ RSS മനോഭാവമുള്ളവരാണ് കൂടുതൽ എന്ന് പറയുന്നു. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട് സുനിൽ കുമാർ. ഇവിടെ CPIക്ക് ഒരു വിജയവും ഉണ്ടായിട്ടില്ല, കരാർ റദ്ദാക്കിയിട്ടില്ല, ഇലക്ഷൻ കഴിഞ്ഞാൽ മൂന്നാമതും വന്നാൽ ഇതായി നടപ്പിലാക്കുക എന്ന് CPI പറയുന്നു. ഓക്കെ, സ്വർണ്ണക്കള്ളന്മാരുടെ വാർത്ത കാണാനില്ലല്ലോ, അത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ശോഭ എന്നോട് പറയുന്നത് പ്രദീപിൻ്റെ അഭിപ്രായമല്ലേ ഗൗതം എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ VC തോമസ് എന്നോട് ചോദിക്കുന്നു വെറുതെ വിവാദങ്ങളുണ്ടാക്കി നമുക്ക് കിട്ടാനുള്ള ഫണ്ട് തടഞ്ഞു വയ്ക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് അവസരമുണ്ടാക്കി ഇപ്പോൾ എല്ലാ കേരള വിരുദ്ധർക്കും സന്തോഷമായില്ല, പിന്നെ ഇത് ചർച്ച ചെയ്ത് കുഴപ്പമുണ്ടാക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, ദിലീപ് കുമാർ പറയുന്നു കമ്മ്യൂണിസ്റ്റുകൾ 1960 കാര്യം പറഞ്ഞു തുടങ്ങിയാൽ മനുവിന് സഹിക്കില്ല, ന്യൂയോർക്കാരന് കമ്പ്യൂട്ടറിനെ പറ്റി പറയാം. അല്ല, അത് ഞാൻ അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു പൊതു വിഷയം ചർച്ച ചെയ്യില്ല. അപ്പോൾ 1960 ലെനിൻ ഇത് ഉണ്ടാക്കിയ കാലം തൊട്ടുള്ള കഥ പറഞ്ഞു തുടങ്ങിയാൽ അത് ഇതാകില്ല. മാത്രമല്ല ഞാൻ പലതവണ ഈ പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ കമ്പ്യൂട്ടറിനെ എതിർക്കുന്നതിൽ ഇടത് പാർട്ടിക്കാർ മാത്രമല്ല കേട്ടോ, അത് BMS ഒക്കെ അന്ന് കമ്പ്യൂട്ടറിനെ എതിർക്കുകയും കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമൊക്കെ ആചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM മാത്രമേ കമ്പ്യൂട്ടറിനെ എതിർത്തുള്ളൂ. അപ്പോൾ ഒരു മുന്നണിയാകുമ്പോൾ പ്രശ്നമുണ്ടാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒറ്റ പാർട്ടിയായി തുടർന്നാൽ മതിയല്ലോ എന്ന് ഗൗതം ചോദിക്കുന്നു. അങ്ങനെ വാർത്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷ് കാസർഗോഡ് നിന്ന് എന്നോട്, ചെറുവത്തൂരിലെ സന്തോഷാണോ ഇത്? സന്തോഷ് കാസർഗോഡ് നിന്ന് എഴുതിയപ്പോൾ എനിക്കൊരു സംശയം ഏതാണ്? ഈ സന്തോഷിന് എന്ത് തോന്നുന്നു? എനിക്ക് രണ്ട് കാര്യങ്ങൾ രണ്ടാളോട് പറയാനുണ്ട്. ഈ പ്രദീപ്, താങ്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക, കണ്ണ് കാണാത്തവർ ഇത് കേൾക്കുന്നുണ്ട്, മാധ്യമങ്ങളിൽ വിളിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് അതൊരു മനസ്സിനൊരു ഒരു ദുഃഖമാവും. കാരണം നമ്മളൊക്കെ, ഞാനൊന്നും ജന്മന ബ്ലൈൻഡ് അല്ല, ഞാനൊരു ആക്സിഡന്റ് കേസിൽ ബ്ലൈൻഡ് ആയതാണ്. അപ്പൊ നമ്മളത് കേട്ടിരിക്കുന്നവർക്ക് നമുക്ക് ഇപ്പൊ ഈ കണ്ണുപൊട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കൊരു മാനസികമായിട്ട് ഭാഷയല്ല അല്ലേ? അല്ല, അതൊക്കെ പണ്ടൊക്കെ യോജിക്കുന്നു. അതൊരു നാടൻ ശൈലിയിൽ നമ്മൾ പോലെ ഒരു പൊതുവേദിയിൽ അങ്ങനെ അത് മാറ്റേണ്ട സമയമായി. കാരണം അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഒരു കാല് പിന്നെ ഇല്ലാത്തവനെ ഒറ്റക്കാലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിഷമം ഉണ്ടാവും. മനസ്സിലായി? അത് മാനസികമായിട്ടൊരു വിഷമം. അത് ദയവ് ചെയ്ത് ഇനി ഇത് പൊതുവേദിയിൽ വിളിക്കുന്നവർ പറയരുത്. കാരണം കണ്ണ് കാണാത്തവർക്കും ഈ സംഭവങ്ങളൊക്കെ കേൾവിയുണ്ട്, ബുദ്ധിയുണ്ട്, അത് ഓർമ്മ വേണം. കേൾവിയുണ്ട്, ബുദ്ധിയുണ്ട്. ഈ നാട്ടിൽ മറ്റെല്ലാവരെക്കാളും ആത്മാഭിമാനമുണ്ട്. അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഈ നാടിന്റെ നിയമവും ഭരണഘടനയും നൽകുന്നുണ്ട്. അത് സാറ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജന്മന ബ്ലൈൻഡ് ആയവർക്ക് അത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. പക്ഷെ ഒരു ആക്സിഡന്റ് കേസിലൊക്കെ പറ്റുന്നവർക്ക് അത് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമം വരും. ജന്മന ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും അത് ശരിയല്ല. അത് അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. അത് ശരിയല്ല. പിന്നെ ഗൗതം, താങ്കൾ പറഞ്ഞു കൊട്ടേഷൻ മാധ്യമങ്ങളെന്ന്. കൊട്ടേഷൻ TP ചന്ദ്രശേഖരന് കൊടുത്തത് ആരാണെന്ന് നമുക്കറിയാം. അത് ജയിലിൽ കിടക്കുന്നുണ്ട്, അവരിപ്പോ ഇറക്കാനും നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ CPM CPI ഈ തർക്കം പാലസ്തീൻ ഇസ്രായേൽ ഇത് പ്രശ്നം പോലെയാണ്. ഇത് എപ്പം ഇവർ ഒന്നിച്ച് ചേരില്ല, മനസ്സിലായോ? ഒന്നിച്ച് ഇവർ ചേരില്ല. പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പ്രശ്നമില്ലാഞ്ഞിട്ടാണോ പിന്നെ ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചത്? ശിവൻകുട്ടിയുടെ ഇപ്പം കാരണം എന്തിനാ കത്തിച്ചതെന്ന് കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുത്തേക്കുന്നു. ആദ്യം കൊടുക്കേണ്ട ബിനോയ് വിശ്വസിനല്ലേ? ഇതെന്ത് സർക്കാർ എന്നല്ല ചോദിച്ചത്? അല്ല സാർ, എന്ത് സർക്കാർ എന്നല്ല ബിനോയ് വിശ്വസൻ ചോദിച്ചത്? അപ്പൊ ബിനോയ് വിശ്വസിനല്ല ആദ്യം കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുക്കേണ്ടത്. അതെ, ഒരു മുന്നണി ഒരുമിച്ച് പോയി സർക്കാർ ഭരിക്കുമ്പോൾ മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്വം ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പ്രതികരണം നടത്തിയാണ്. ആ പ്രതികരണം നടത്തിയിട്ട് മറ്റുള്ള AISന്റെ നേതാക്കളോട് കാരണം കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് കാരണം കാണിക്കേണ്ടത്? ആദ്യം ബിനോയ് വിശ്വസല്ലേ കാണിക്കേണ്ടത്? നാളെ ഒരു പ്രത്യേക ദിവസമാണ്, പ്രഖ്യാപിക്കുന്ന ഇല്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. ഈ മഞ്ഞക്കാർഡുകാരൊക്കെ എന്ത് ചെയ്യും എന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല. കാരണം റേഷനൊക്കെ ഇനി വെട്ടിക്കുറയ്ക്കും. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാസർഗോഡ് ജില്ലയിൽ അനർഹമായ എൻഡോസൾഫാൻ പൈസ മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഗർഭപാത്രം റിമൂവ് ചെയ്തവർ, വെറും മുഴ വന്ന് റിമൂവ് ചെയ്തവർ എൻഡോസൾഫാനിൽ കൊടുത്ത് പാർട്ടി ബേസിൽ കൊടുക്കുന്നതാണ്. കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പഞ്ചായത്തിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. വ്യക്തികൾ അന്വേഷിക്കുമ്പോൾ പ്രശ്നം വരും. അല്ലാതെ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ
എത്ര പേര് അനർഹരായവരുണ്ടാവുന്നും അർഹരായവർ എത്ര പേർ പുറത്തു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഞാൻ പൊതുവേദി ആ ഒരു പരാമർശത്തിന് ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഏതായാലും അത് ചൂണ്ടിക്കാണിച്ചത് വളരെ വളരെ കൃത്യമായി നല്ലതായി. കാരണം നമുക്കത് ഭാവിയിൽ അത് ഒരു പ്രധാന കാര്യമായി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ നിരന്തരം ആളുകളിങ്ങനെ വെള്ളരിക്കുണ്ടിലെ കോൺഗ്രസ്സുകാരൻ എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞത്. വെള്ളരിക്കുണ്ടിലെ കോൺഗ്രസ്സുകാരനെന്നല്ല, അതായത് ഒരു പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. എന്താണ് ഗൗതം ഇങ്ങനെയൊക്കെ ഒരു പ്രതികരണം? അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നത് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവസാനിച്ചതിൽ ന്യൂസ് 18 ദുഃഖം ഉണ്ടോ എന്നതാണ്. ന്യൂസ് 18 അങ്ങനെ പ്രത്യേകിച്ച് ആളുകൾ തമ്മിൽ അടി കൂടണം എന്നൊരാഗ്രഹമില്ല. അടി കൂടിയാൽ അത് നമ്മളും വാർത്ത കൊടുക്കും, അവരൊന്നായാൽ അതും വാർത്ത കൊടുക്കും. അപ്പോൾ എല്ലാ പ്രശ്നവും കഴിഞ്ഞ് ചട്ടിയും കലവും തട്ടിയും മുട്ടിയും ഇങ്ങനെ പോകുന്നു എന്ന മന്ത്രിയുടെ പ്രസ്താവനയും നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചട്ടിയും കലവായി തട്ടിയും മുട്ടിയും ഇരിക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ഇതേ മുരളിയുണ്ട്. ശ്രീ ഇതേ മുരളി, നമസ്കാരം സാറേ. അപ്പോൾ ഇതെല്ലാ പ്രശ്നവും പറഞ്ഞ് തീർത്ത് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്തിനാണ് നിങ്ങൾ വയ്ക്കുന്നത്, ധൃതി പിടിച്ച് ഒപ്പിട്ടത് എന്തിനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ ജനതാദളിൽ ഇപ്പോൾ എന്താ പറയുന്നത്? ഇവർ ഒന്നിച്ചായതിൽ സന്തോഷമുണ്ടോ, അതോ നിങ്ങൾക്ക് ഇത് അധികകാലം പോവില്ല എന്നുള്ള ഭീതിയുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ CPM-ഉം CPI-യും തമ്മിൽ അടിച്ച് കലകിച്ച് പോകുന്നതിലൊന്നും ഞങ്ങൾ ആ കാര്യങ്ങളോട് കൂടുതൽ ശ്രദ്ധിക്കത്തില്ല. നാഷണൽ ജനതാദൾ ശ്രദ്ധിക്കുന്നത് കർഷകരുടെ നെൽ കർഷകരുടെ പൈസ കിട്ടാനുണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിലാണ് പാലക്കാട് ജില്ലയിൽ നാഷണൽ ജനതാദൾ. അപ്പൊ ഞങ്ങൾക്ക് CPM-ഉം തമ്മിൽ അടിക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് ശ്രദ്ധയുള്ളത്. ഞങ്ങൾ അൺഇമ്പോർട്ടന്റ് കേസൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല CPM-ഉം CPI-യും ഒക്കെ അവരുടെ ആശയത്തിൽ നിന്ന്, അടിസ്ഥാന ആശയത്തിൽ നിന്ന്, അല്ലെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ നാളുകളായിട്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല CPM-ന്റെ സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ നടപ്പിലാക്കാനല്ല സർക്കാർ അവിടെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവര് ഈ RSSനോട് താതാത്മ്യം പ്രാപിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണോ ഗോവിന്ദൻ മാഷ് ഉദ്ദേശിച്ചത്? അതല്ല, അതായത് സാറ് ഈ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കല്ലേ. ഞങ്ങളൊക്കെ ഈ കേരളത്തിലുള്ളവര് ആ വാചകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇവിടെ മഞ്ജുഷ് ഒരു തവണ അത് വളരെ വളരെ വിശദമായിട്ട് ഗോവിന്ദൻ മാഷോട് ചോദിക്കുകയൊക്കെ ചെയ്തു. അത് പാർട്ടി ആശയങ്ങളല്ലേ, സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ ചോദിച്ചിട്ട് കാര്യം അവര് ഏത് കാര്യം പറഞ്ഞാലും ഒരു കുറ്റമെന്ന് കാണുമ്പോ, ഒരു തെറ്റെന്ന് കാണുമ്പോ അവര് പറയാം അങ്ങനല്ല പറഞ്ഞതെന്ന്. അതാണ് നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ BJP-യുടെ ഒരു സഖ്യമാണ് ഇടതുപക്ഷം. കാര്യം അതിനകത്തുള്ള ജനതാദൾ എസ് ഉണ്ടല്ലോ ഇടതുപക്ഷത്തിലുള്ള, അവര് BJP-യുടെ കേന്ദ്ര ഘടകകക്ഷിയാണ്. BJP-യുടെ അല്ല, അവരിപ്പോ വേറെ കൃഷ്ണൻകുട്ടിയേട്ടനും മാത്യു തോമസും ഒക്കെ ഇപ്പൊ വേറെ ഒരു സംസ്ഥാന ഇതായില്ല, കേരള സ്റ്റേറ്റ് വേറെ. അതൊക്കെ ഒന്നും രജിസ്ട്രേഷൻ ആയിട്ടില്ല. അവിടുത്തെ അവര് തെരഞ്ഞെടുപ്പ് അതൊരു ടെക്നിക്കൽ പ്രശ്നമല്ലേ, അവർ ആശയപരമായി. ഞാൻ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ പടം അവിടെ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കർണാടകയിൽ ഉപയോഗിച്ചു എന്നൊക്കെ ഒരു വിവാദം വന്നപ്പോൾ ഞാൻ ഈ വൈദ്യുതി മന്ത്രിയോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ നാട്ടുകാരനും കൂടിയാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, പണ്ട് തൊട്ടേ വളരെ അടുപ്പം, എന്ന് വെച്ചാൽ പത്രരംഗത്ത് വരുന്നതിന് മുമ്പേ എനിക്ക് അടുപ്പമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ എന്നെപ്പറ്റി ചില വ്യാജ പ്രചരണങ്ങളൊക്കെ അങ്ങനെ വന്നതാണ്, എൻ്റെ പടമൊന്നും അവിടെ BJP-ക്കാർ ഉപയോഗിച്ചിട്ടില്ല, മാത്രമല്ല ഞങ്ങൾ വേറെ ചിന്തിക്കാനുള്ള നീക്കമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ നിലപാടാണ് ഉള്ളത്. അപ്പൊ സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ, അതായത് ജനതാദൾ പ്രസ്ഥാനങ്ങളിൽ നാഷണൽ ജനതാദൾ മാത്രമാണ് ആശയങ്ങൾ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ഈ നെൽകർഷകരുടെ പൈസ കൊടുത്തിട്ടില്ല. ഇന്നലെ തന്നെ പ്രഖ്യാപനങ്ങളിൽ സർക്കാർ പറഞ്ഞു, കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നെൽകർഷകരുടെ പൈസ കൊടുത്തിട്ടില്ല. അവര് അതിന്റെ നെല്ല് ശേഖരിക്കുന്ന ആ മെഷീനറി എല്ലാം അവര് എടുത്തോണ്ട് പോയി നെൽകർഷകരുടെ ആ നെല്ല് അവിടെ കൂന കൂടിക്കിടന്ന് മഴവെള്ളം വീണ് അത് കുരുത്ത് കിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്ന്. അതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്തൊരു വിഷയമാണ്. അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഏതായാലും അത് പിന്നെ വേറെ ആളുകൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങ് ഉയർത്തിയ വിഷയം. രണ്ടാമത് ശബരിമല പ്രശ്നമുണ്ട്. ശരി, അപ്പോൾ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ആവശ്യത്തിനധികം സമയം തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജോസഫ് എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഓക്കെ, ഞാൻ ശബ്ദം കേട്ടപ്പോൾ. ശരി, എന്ത് പറ്റി?
ആക്സിഡന്റ് പറ്റിയിട്ട് 2.5 കൊല്ലം ആക്സിഡന്റ് പറ്റിയിട്ട് റെസ്റ്റ് ചെയ്യണം. ഫുള്ളി തിരിച്ചു വന്നിട്ടില്ല, റിവേഴ്സ് ചെയ്തിട്ടില്ല ഹെൽത്ത്. അത് ഒരുപക്ഷെ എന്നോട് നേരത്തെ പറഞ്ഞെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏറെക്കുറെയൊക്കെ മാറിക്കാണും അല്ലേ? കുറച്ച് ഫുള്ളായിട്ടില്ല. നടക്കുമ്പോൾ ഒരു ഇംബാലൻസ് ഉണ്ട്, ഒരു ഡിസിനസ് ഉണ്ട്. ബാക്കിയൊക്കെ അറിയാണ്ട് മാറി. വളരെ കുറച്ച് ചാൻസ് അല്ലായിരുന്നു രക്ഷപ്പെടാൻ. സർവൈവൽ ചാൻസ് 30% ആയിരുന്നു. ശരി, അത് എനിക്ക് തോന്നുന്നു എന്നോട് ഒരിക്കൽ വളരെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടെന്നു അല്ലേ? നമ്മൾ ന്യൂയോർക്കിൽ പോയ ആളോട് പറയാനുള്ളത്, കേരളം എന്തും വിട്ടാലും കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഇവന്റെ ഈ ചാണക പാർട്ടി ഇല്ല. എന്തിന് ചാണം ചവിട്ടാന്നാണ് അവിടെ ന്യൂയോർക്കിൽ പോയിരിക്കുന്നത്? അവൻ ചാണം എന്നോട് ചോദിക്കട്ടെ, അത് എന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞിട്ടല്ലോ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയപരമായ ജോസഫ്, എന്റെ ശ്രീ ജോസഫേ നോക്ക്, ഇത് കേൾക്കൂ. അങ്ങ് ഇത് എല്ലാ തവണയും ക്ഷുഭിതനാകുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പൊതുവേദിയിൽ അങ്ങയ്ക്കൊരു അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം, ന്യൂയോർക്കുകാരൻ പ്രദീപിന് വേറൊരു അഭിപ്രായം. മനസ്സിലാക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ വിട്ടാലുണ്ട്, BJP കോൺഗ്രസ് ഇന്ത്യ വിട്ടാലുണ്ടോ? അത് മനസ്സിലാക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് അല്ല, അതൊക്കെ ഓരോരുത്തർക്ക് രാഷ്ട്രീയ. അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഡെവലപ്പ് ചെയ്ത് വരുന്നു, ചൈനയിലുണ്ട്. അതിലൊന്നും അല്ല, അതല്ലല്ലോ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് അതുകൊണ്ട് നിങ്ങൾ ബ്രിട്ടനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ചൈനയിലുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അങ്ങ് ദേഷ്യപ്പെടും. അല്ല, ഞാൻ ശ്രീ ജോസഫ് ഇത് കേൾക്കൂ. ഒരു മിനിറ്റ് അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നേ. അങ്ങ് ഇതിന്റെ സ്ഥിരം പ്രേക്ഷകനല്ലേ? ഒരു മിനിറ്റ് അങ്ങോട്ട് കേൾക്കും. ഞാൻ ചോദിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ചൈനയിലുണ്ട്, റഷ്യയിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ വിമർശിച്ചുകൂടാ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, അത് അങ്ങ് പറയും, ഇതിനൊരു മറുപടി പറയും. വിമർശിച്ചു അങ്ങനെയല്ല, കേരളം വിട്ടാൽ ഉണ്ടോ? അത് CPM കുറിച്ചായിരിക്കും പറഞ്ഞു. മറ്റതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അല്ല, അങ്ങ് ഇത് അങ്ങോട്ട് പറയുന്നത് കേൾക്കാതെ ഇങ്ങോട്ട് ബഹളം വെച്ചാൽ പിന്നെ ഞാൻ എങ്ങനെയാ പറയാം? അത് CPM കാര്യമല്ലേ പറഞ്ഞത്? മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എല്ലായിടത്തും ഉണ്ടെന്നും അമേരിക്കയിൽ വരെ പോയിട്ടുള്ള അയാൾക്ക് അറിയില്ലേ? അപ്പൊ അതല്ല പറയുന്നത്, അത് CPM കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നല്ലേ CPM CPI ഒക്കെ. കമ്മ്യൂണിസം നോക്കിയാൽ മതി. CPM ആണോ CPI ആണോ നോക്കേണ്ട കാര്യമില്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് കമ്മ്യൂണിസം ആണ് കേരളത്തിലുള്ളത്. ഒരു ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസം പോലും, ക്യാപിറ്റലിസ്റ്റ് ഒരു സോഷ്യലിസം എന്ന നിലയിൽ പോലും ഒരിക്കലും ലോകത്തൊരു ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പലരും ചർച്ച പറ്റിയത്. കമ്മ്യൂണിസം ഇത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നോക്കാം നമുക്ക്. അപ്പോൾ രണ്ട് പാർട്ടികളും CPI അങ്ങ് പറഞ്ഞ പോലെ ഇപ്പോൾ സജി ചെറിയാനും പറയുന്നത് കേട്ടോ, CPM-നും CPI-ക്കും ഒരേ ഹൃദയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ഹൃദയവും അല്ല, ഒരു ഹൃദയവും രണ്ട് ശരീരങ്ങളും ആയിരിക്കാം. പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. ഓക്കെ. അപ്പോൾ ശ്രീ ജോസഫ്, ഇത് വിഷമിക്കേണ്ട. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വിമർശനങ്ങളൊക്കെ നേരിടണമെന്ന്, അതല്ലേ ഉത്തരവാദിത്ത രാഷ്ട്രീയ ബോധം. അതൊക്കെ അയാൾ ഇന്ന് ആ നിലപാടൊന്നും മാറിയിട്ടില്ല, അതല്ല അതിൻ്റെ അർത്ഥം. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയിലെ 10-20 സ്റ്റേറ്റ് ചാണകം ചവിട്ടിയിട്ടാണ് സാർ ജീവിക്കുന്നത്. ചാണകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ ഒരാള് ഒരു വിമർശനം സഭ്യമായ ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തെ അങ്ങ് എടുത്ത് കുടഞ്ഞു കളിയാന്നുള്ളൊരു ധാരണയൊന്നും ആർക്കും വേണ്ട. അങ്ങനെ അന്തന്മാരുള്ള ഒരു സ്റ്റേറ്റ് ഒന്നും അല്ല കേരളം. പിന്നെ CPI സ്വയമേരിയ കീഴടങ്ങിയതാണ്. അവർ വിജയിച്ചതാണെങ്കിൽ എന്തിനാ ഉപസമിതിയെ വെക്കുന്നത്? പിന്നെ അതിനെന്ത് ചർച്ച വന്നിരിക്കുന്നത്? അപ്പൊ ഈ ചാണകം ചവിട്ടൽ എന്ന് പറഞ്ഞാൽ പല അസഭ്യം പല പ്രശ്നങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സഹിക്കേണ്ടി വരും. ഇന്ത്യയിലെ ഭൂരിപക്ഷം സ്റ്റേറ്റും ഇതാ മറ്റന്നാൾ 2 ഫലം വരാൻ പോകുന്ന ബീഹാറിലും അതിന്റെ ഉത്തമ ഫലം ഇവർക്ക് കാണിച്ചു കൊടുക്കൂ. ഞാൻ ശ്രീ ബാലകൃഷ്ണൻ വടകരയെ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ ബീഹാറിൽ എന്ത് സംഭവിക്കും ശ്രീ ബാലകൃഷ്ണൻ വടകര? ബീഹാർ 165 സീറ്റ് NDA കിട്ടും സാർ. NDA കിട്ടും. അപ്പൊ നിങ്ങളുടെ BJP-ക്ക് എത്ര കിട്ടും? അതില് BJP-ക്കോ? അത് പ്രസക്തിയില്ല. ഞങ്ങൾ മുന്നണിയായ ഇവരെ പോലെ മുന്നണി എന്ന് പറഞ്ഞ JDU കിട്ടിയത് നിങ്ങൾക്ക് എത്ര കിട്ടും, അവർക്ക് എത്ര കിട്ടും? JDU-ന് കൂടുതൽ കിട്ടും. അത് ഞങ്ങളെ വിഷയമല്ല. ഞങ്ങൾ മുന്നണിയായി കഴിഞ്ഞാൽ അത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ BJP-ക്ക് എത്ര സീറ്റ് കിട്ടും, JDU-ന്? BJP-ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 10 സീറ്റ് കൂടുതൽ കിട്ടും. അപ്പൊ അല്ല, നിങ്ങൾ JDU ഒക്കെ ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം കഴിഞ്ഞ തവണ അറിയാലോ, മൂപ്പരിടക്ക് പോയതാണ്, പിന്നെ വീണ്ടും തിരിച്ചു വന്നേ ഉള്ളൂ. അല്ല, അതിപ്പോ അദ്ദേഹം പോട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സമയത്ത് സെൻട്രൽ മന്ത്രിസഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 1-2 ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരും. അത് കേരളത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ നിന്ന് ഇങ്ങനെ പ്രതികരിക്കുന്നവർക്ക് 2 ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുമെന്നാ? 3 ഇനി ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇടതുപക്ഷം കേരളത്തിൽ വരും ഈ പ്രാവശ്യം. അതിന് യാതൊരു സംശയമില്ല. അല്ല, ഇത് അവര് മുന്നണി വിട്ട് അപ്പുറത്തേക്ക് പോയാല് അങ്ങനെയല്ല, അവര് മുന്നണി വിട്ട് അപ്പുറത്തേക്ക് പോയാല് കളി മാറും.
കളിയൊന്നും മാറില്ല. 12 സീറ്റ് പോയാലും ഭരണമൊന്നും പോകത്തില്ല. പക്ഷെ രണ്ടുപേരുണ്ടല്ലോ, സോറി, രണ്ടുപേരും ഉണ്ടല്ലോ, രണ്ടുപേരും കൂടി ചേർന്ന് പോയാൽ പ്രശ്നമാവും. അല്ല, അതങ്ങനെ താങ്കൾ ഇപ്പം തീരുമാനിക്കണ്ട, മുൻവിധി വേണ്ട. ബീഹാറിൽ നടക്കുമ്പോൾ അത് തെലുങ്ക്, അത് ആന്ധ്രയിൽ നടക്കുമ്പോൾ താങ്കൾക്ക് പറയാം. ബീഹാറിൽ നടക്കുമ്പോൾ ബീഹാറിലെ കക്ഷിയെ പറ്റി പറയാം. താങ്കൾ അപ്പൊ അങ്ങക്ക് അല്ല, ഞാൻ ചോദിച്ചതിന് പക്ഷെ അങ്ങ് മറുപടി BJP നില മെച്ചപ്പെടുത്തും എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? BJP ഇന്ത്യയിൽ മൊത്തം നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്ന ചരിത്രം ഗ്രാഫ് അതല്ലേ സർ? നില മെച്ചപ്പെടുത്തിയൊന്നുമില്ല. ഇപ്പൊ നില താഴോട്ട് പോകില്ലേ ഇത് 2024 തെരഞ്ഞെടുപ്പിൽ? 24 നടന്ന നിയമസഭ, അതിനുശേഷമുള്ള നിയമസഭ അത് ഞാൻ സമ്മതിച്ചു. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നില മെച്ചപ്പെടുത്തും. അപ്പൊ ഇവിടെ എന്തായാലും ഒരു 80-90 സീറ്റ് കിട്ടും അല്ലേ? 90 സീറ്റ് കിട്ടും. അത്ര ആകെ 100 ആളെ മത്സരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ CPIയുടെ ഒരു കാര്യം കൂടി പറയാണ്ട് സർ. CPIക്കാരനോട് ചോദിക്കുന്നു, CPIയുടെ വിജയമാണോ നിൽക്കുമ്പോൾ 64-ലും 47-ലും പല ചരിത്രവും ഇവിടെ നടന്നിട്ടുണ്ട്. അതൊന്നല്ല പറയുന്നത്. വിനോദ് വിശ്വ സാറിന് വരെ പറയാൻ പറ്റില്ല ഞങ്ങളെ വിജയമാണ്. നിങ്ങൾ ആ പാവങ്ങളെ തമ്മിൽ അടുപ്പിച്ചതല്ലേ? ഒരു സർക്കാർ ഇങ്ങനെ പല നിബന്ധനകൾ വെക്കുക, പൈസ കൊടുക്കുന്നതിന്, എന്നിട്ട് ആ പാവങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന് അടി കൂടുക. അത് നോക്കി നിങ്ങൾ രസിക്കുക. ജോർജ് കുര്യൻ പറയാ, എന്നിട്ട് ഇത് നീക്കം കാപട്യമാണെന്ന് പറയാ. അവരെ നിങ്ങൾ സൃഷ്ടിക്കുന്നത്. താങ്കളുടെ പ്രതികരണം കേട്ടില്ലേ? മാധ്യമങ്ങളാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. പിന്നെ മറ്റു പല പല പ്രേക്ഷകർ ഇന്നലെ പറയുന്നത് ഞാൻ രാഷ്ട്രീയം മാറി. എന്റെ ആദർശം ഒരിക്കലും മാറില്ല സർ. ഞാൻ അല്ല, അതേ ആദർശം മാറിയെന്നല്ല പറഞ്ഞു. അങ്ങ് BJP കാരനാണല്ലോ. അപ്പൊ CPM ജയിക്കുമെന്ന് BJP കാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു CPM ആയോ എന്നൊരു സംശയം. അത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയ പൾസാണ് സർ. ശരി, രാഷ്ട്രീയ ഒരു കാര്യം, ഒരു സെക്കൻഡ് സാർ. ഈ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരനെയും നായരെയും SNDPയിൽ എത്തിച്ച് ആരാണ് താങ്കളുടെ ധാരണ? ഇപ്പൊ അവർ സ്വയമേധയാ പോയതാണ് താങ്കൾ ധരിക്കുന്നത്? അതാണ് കേരളത്തിലെ തന്ത്രങ്ങൾ. ആരെത്തിച്ചത്? അവരിൽ കൂടിയാണ് സാർ ചർച്ച നടക്കുക. അവരിൽ PM ശ്രീ ഒപ്പിടാൻ തന്നെ അവർ ഇംഗിതത്തിന് വാങ്ങിയത് അവര് താല്പര്യപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അംഗം കമ്മികൾ മനസ്സിലാക്കണം. അല്ലാതെ വിമർശനത്തിന് അധീനമൊന്നല്ല. വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യൂറോപ്പിലായാലും അമേരിക്കയിലും എവിടെ ഇരുന്നാലും കേരളത്തിൽ നടക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വോട്ടിന് ചൂണ്ടുവിരൽ നീട്ടി ഒരു മഷി അടിയാളപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കും, വിമർശിക്കും സഭ്യമായ ഭാഷയിൽ. അതിനാരും ചൊറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിനൊന്നും ഭയപ്പെടുന്ന കാലം കഴിഞ്ഞുപോയി. ഇത് 80 2025. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്ന് വളരെ വികാരതീതനായിട്ടാണ് നമ്മുടെ ന്യൂയോർക്കിലെ പ്രദീപിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരു ചെറിയ ഇടവേള വേണമെന്ന് എന്നോട് പ്രവീണ പറയുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് ഞാനെങ്ങും പോകുന്നില്ല, പെട്ടെന്ന് മടങ്ങി വരും. ഷോർട്ട് ബ്രേക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനെല്ലാം വായിക്കാം, കുറേയൊക്കെ ഞാൻ വായിക്കാം. അപ്പോൾ ശ്രീരാജ് മാവേലിക്കരയിൽ നിന്ന്. ശ്രീരാജ് മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് മേഖലയിലാണ് ശ്രീരാജ് പ്രവർത്തിക്കുന്നത്? ഞാൻ ഒരു സെൽഫ് എംപ്ലോയിഡ് ആണ്. അത് ശരി. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനൊരു അനുഭാവിയാണ്. പക്ഷെ പൊതുരംഗത്തോട്ട് പ്രവർത്തിക്കുന്ന അനുഭവം ആരോടാ? അനുഭവം എന്റെ മനസ്സിരുന്നോട്ടെ. ഞാനൊരു അനുഭാവി ഇല്ലയോ? ശരി, അനുഭവം എന്റെ മനസ്സിരുന്നോട്ടെ. പുറത്തു പറയാത്ത അനുഭവമാണ്. ഓക്കെ, തീർച്ചയായിട്ടും. എത്രയോ പേരുണ്ട് നമ്മുടെ ഒരു 20% സ്വാധീനിക്കുന്നത് അതാണല്ലോ. പറയാത്ത അനുഭവമാണ്, പുറത്തു പറയാത്ത അനുഭവമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്, നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കേരളം മുന്നോട്ട് പോവുകയാണെന്നാണ്. അങ്ങെന്താ വിചാരിക്കുന്നത്? കേരളം ഇനിയിപ്പം ഞാനോ നിങ്ങളോ ആരോ ഇല്ലെങ്കിലും ഒരു സർക്കാർ ഇല്ലെങ്കിലും കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു വാർത്തയുടെ ആയുസ് 3 ദിവസം തൊട്ട് 7 ദിവസം വരെയാണ്. പിന്നെ എല്ലാ ദിവസവും ഒരേ വാർത്ത തന്നെ കൊടുത്തുകൊണ്ടിരുന്ന നമ്മളിപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം പത്രത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. വലിയ നേട്ടമല്ലേ? പക്ഷെ അത് ആ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകില്ലേ? അല്ലാതെ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നത് ഇന്നും വാർത്തയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് പിന്നെ ആ ദിവസം വരുമ്പോൾ നമ്മൾ ആ ദിവസം ഓർക്കുന്നതിന്, അനുസ്മരിക്കുന്നതിന് പട്ടാള സേനാ മേധാവികളുടെ മാർച്ച് ഫാസ്റ്റിനെ, അവിടെ സ്ത്രീകൾ നടത്തുന്ന വിരോജ്വലമായ പരേഡിനെ കുറിച്ചൊക്കെ നമ്മൾ വാർത്ത കൊടുക്കും. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി എന്നത് അന്നത്തെ വാർത്തയാണ്. അത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരും. ഇന്ന് അൾട്ടിമേറ്റ് പോയിന്റ് അതാണ്. ഞാനും നിങ്ങളും കേരളവും സംസ്ഥാനവും രാജ്യവും യൂണിയനും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അതൊക്കെ അങ്ങ് പറഞ്ഞ് താത്വിക അവലോകനയൊക്കെ മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഈ CPM വഴങ്ങിയത് എന്തുകൊണ്ടാണ് ശ്രീരാജ്? അതാണ് നമ്മുടെ ചോദ്യം. CPM വഴങ്ങിയിട്ടില്ലല്ലോ. വഴങ്ങിയിട്ടില്ല. ഇത് CPMന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഒരു മാധ്യമപ്രവർത്തനല്ല അങ്ങ്. CPMന് ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും കഴിഞ്ഞ 9.5 വർഷമായിട്ടില്ലാത്ത ഒരു വില ഇന്ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് CPMന് അതിനകത്തിൽ നിന്ന് CPMനും അറിയാം നമ്മളെക്കാളൊക്കെ രാഷ്ട്രീയ. ഞാൻ ചോദിക്കുന്നത്, ഈ കത്ത് തയ്യാറാക്കി PM ശ്രീ മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തയ്യാറാക്കി വെച്ച കത്ത് എന്ത് സംഭവിക്കും? കൊടുക്കോ? അല്ല, ഈ കത്ത് കൊടുത്തോണ്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ? മരവിപ്പിക്കില്ല.
ഈ കത്ത് കൊടുത്തുകൊണ്ട് കത്ത് മരവിപ്പിക്കുക എന്നുള്ളതല്ല, കത്ത് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. മരവിപ്പിക്കുക എന്നുള്ളതല്ലെന്നേ, കത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നിങ്ങൾ പോയിട്ട് എന്റെ ഒരു കത്ത് തയ്യാറാക്കിയതോടുകൂടി കിട്ടാനുള്ള പൈസ ബുധനാഴ്ച കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല. 300 കോടിയൊക്കെ കിട്ടേണ്ടതാണ്, പോയി. എന്റെ പൊന്ന് സാറേ, അങ്ങനെ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് സ്പഷ്ടമായി പറയൂ. ഇത് നിങ്ങൾ CPI-യും CPM-ഉം തമ്മിൽ തർക്കമുണ്ടോ? അത് തർക്കമുണ്ടെങ്കിൽ അത് മാധ്യമ സൃഷ്ടിയാണോ? അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അതല്ലെന്നേ, നിങ്ങൾ അതാണ് ഈ ചർച്ചാ വിഷയം. അങ്ങ് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതിന്റെ മുകളിൽ എഴുതി കാണിക്കുന്നു. ഇത് ആരുടെ സമ്മർദ്ദത്തിനാണോ വഴങ്ങിയത്, അതോ ഇവർ തമ്മിൽ തർക്കമുള്ളത് മാധ്യമങ്ങളുടെ മാത്രം സൃഷ്ടിയാണോ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിനല്ലേ അങ്ങ് ഉത്തരം പറയേണ്ടത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരത്തിനനുസരിച്ചിട്ട് കേരളം മാത്രം പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പൊതുവേദി ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയമല്ലേ ചർച്ച ചെയ്യാം. അങ്ങക്ക് പറയാനുള്ള കാര്യം അല്ല വേറെ എന്തെങ്കിലും ഒരു കോർ സാധനം നിങ്ങൾ ഒരിടത്തും കാണിക്കുന്നില്ല. അല്ല, അത് അങ്ങക്കല്ലേ അറിയാവൂ എന്ത് കോർ സാധനം കാണിക്കാത്തത്. ഞാൻ പറഞ്ഞുതരാം. എന്റെ വാക്ക് ഒരു 30 സെക്കൻഡ് കേൾക്കാവോ? 10 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ, പറയൂ. എന്നാൽ കേട്ടുകൊള്ളുക, CPIക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനകത്തിൽ ഇനി ഒന്നും നടക്കത്തില്ല. ആ കൂടി വേണ്ടത് ഇപ്പൊ അവർക്കൊരു പൊതുവേദിയിൽ ഒരു ഇമേജ് വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത ഇതിനകത്ത് ഞാൻ അത് നേരത്തെ അങ്ങ് പറഞ്ഞാണ്, അതിന് മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു നാടകമാണോ? തീർച്ചയായിട്ടും അതല്ലെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പൊ അവരുടെ ഒരു നാടകമാണ്. അപ്പൊ നിങ്ങൾ വഴങ്ങിയത് ഒരു നാടകമാണ്, CPM വഴങ്ങിയത്. CPM വഴങ്ങിയത് എന്റെ നാടകം എങ്ങനെയാണെന്ന്? CPM വഴങ്ങിയത് എന്ന് പറയുന്നത് നിങ്ങൾ, അല്ലെങ്കിൽ CPM വഴങ്ങിയത് ഒരു നാടകമാണ്. CPM വഴങ്ങിയ നാടകവും CPI കാണിച്ച നാടകമാണ്. ഇതിന്റെ എവിടാന്നറിയാവോ? നിങ്ങൾ ഇനിയും വെച്ച് ആറാടാൻ പോകുന്നതും വെച്ച് ഇതാക്കാൻ പോകുന്നത് എവിടാന്നറിയാവോ? സീറ്റ് വിവര ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. അന്നേരമാണ് ഇന്ന് വരെ ചത്ത് കിടക്കുന്ന ജോസ് കെ മാണി ഗ്രൂപ്പ് മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ അവിടെ പോയേ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് കാര്യം മനസ്സിലായില്ല. എന്താണ് നമുക്ക് നോക്കാം. ഏതായാലും സീറ്റ് ചർച്ച വരട്ടെ. ഓക്കെ, ഗോപകുമാർ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, നമസ്കാരം. അങ്ങ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ശ്രീകൃഷ്ണപുരം കുറ്റാനശ്ശേരി എന്ന് പറയും. ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെയാ അല്ലേ? പാലക്കാട് നിന്ന് 40 കിലോമീറ്റർ ഉള്ളിലാണ്. ഞാൻ പലതവണ അവിടെ വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം കുറ്റാനശ്ശേരി എന്ന് പറയും. ഞാൻ മൂപ്പര് നേരത്തെ വിളിച്ച പുള്ളി ഒരു അനുഭാവിയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തിന്റെ അനുഭാവി എന്ന് പറയാൻ മൂപ്പർക്ക് ആംബിയറില്ല. അത് പറഞ്ഞാ പിന്നെ വിമർശനം വരുമ്പോ കുടുങ്ങിപ്പോവും. ഞാനത് ആ പാർട്ടിയെ പറ്റി പേടിക്കുന്ന ആളല്ല, ഞാൻ അങ്ങനെ ഭയപ്പെടുന്ന ആളല്ല. ഞാൻ അനുഭാവിയാണ്, BJPയുടെ അനുഭാവിയാണ്, നരേന്ദ്രമോദിയുടെ അനുഭാവിയാണ്. ശ്രീകൃഷ്ണപുരത്ത് ഇപ്പൊ ധാരാളം BJPക്കാരുണ്ടല്ലേ? കുറ്റാനശ്ശേരി ആ ഭാഗത്ത് വെള്ളിനേരി പഞ്ചായത്തില് ഒരേ ഒരു കൗൺസിലറേ ഉള്ളൂ, ഒരു പഞ്ചായത്ത് മെമ്പർ. അല്ല, പണ്ട് അവിടെ ഒരു CPIയുടെ ഒരു കേന്ദ്രമായിരുന്നു കൂടുതൽ അല്ലേ? CPIയുടെ കേന്ദ്രമായിരുന്നു. CPIയുടെ കേന്ദ്രം CPI ഒക്കെ ആൾക്കാർ BJPയിലാണ്. ഇപ്പൊ CPIയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മുഴുവൻ BJPയിലാണ്, ഒരു 90%. അത് ശരി. അപ്പൊ BJP അവിടെ ശക്തി പ്രാപിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ BJPക്കാരോട് ചോദിക്കുന്നത്, നിങ്ങൾ പൈസ 1400 കോടി കൊടുക്കണം, ഇവിടെ SSK നടപ്പിലാക്കണം, അവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പല കണ്ടീഷൻസ് വെക്കുകയാണ്. PM ശ്രീ എന്നുള്ള പേര് വേണം, ലേബലിംഗ്, സെൻട്രൽ ബ്രാൻഡിങ്, ഇതൊക്കെ പറഞ്ഞ് ഇത് പാവം CPIയും CPIയും കൂടി ഇപ്പോൾ തർക്കിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനൊക്കെ ഉത്തരവാദി BJP അല്ലേ? ഇതിനൊക്കെ ഉത്തരവാദി BJP ആണെന്ന് എങ്ങനെ സാറേ നിങ്ങൾ പറയാ? BJP പറയുന്ന കാര്യം ഒരു മിനിറ്റ് BJP പറയുന്ന കാര്യം പ്രാവർത്തികമാക്കിയിട്ടേ ഉള്ളൂ ഇതുവരെയും. ചരിത്രം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത് പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ വേറെ. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇവരെ കൊണ്ട് ഇത് ഒരു PM ശ്രീ എന്ന പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSKന്റെ ഫണ്ട് കിട്ടില്ല, സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വെച്ചു. അതിനെ തുടർന്ന് പൈസ വാങ്ങേണ്ട സമ്മർദ്ദത്തിലായി CPM. പക്ഷെ ആദർശം വിട്ടുകളിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചു CPI. അവർ തമ്മിൽ തർക്കിച്ചു, അടികൂടി. അപ്പൊ നിങ്ങൾ അത് നോക്കി ചിരിച്ചു. കാരണക്കാരൻ നിങ്ങളല്ലേ? ഇത് നോക്കി തിരിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇതിൽ നോക്കി തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ഫുള്ള് ഗിമ്മിക്കാണ് സാറേ, ഫുള്ള് ഗിമ്മിക്കാണ്. പിണറായി വിജയനും CPIയും തമ്മിൽ ഗിമ്മിക്കാണ്. CPIയുടെ പ്രവർത്തകർക്ക് മാത്രമേ അറിയാത്തുള്ളൂ, CPIയുടെ പ്രവർത്തകർക്ക് അറിയില്ല. CPIയുടെ നേതാവായ വിനയ് വിശ്വത്തിനും അറിയാം, പിണറായി വിജയനും അറിയാം. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണ്. ഇതെല്ലാം ഗിമ്മിക്കാണ്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സമയത്ത് ഇവര് തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, ഞങ്ങൾ അത് ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്ന ഒരു ഗിമ്മിക്ക്, അത്രേ ഉള്ളൂ. ഇടപെടല്ലേ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഗിമ്മിക്ക് കൊണ്ട് എന്താണ് നേട്ടം അവർക്ക്?
ജിമ്മിക്കൊണ്ട് പിണറായി വിജയന് പല നേട്ടങ്ങളും ഉണ്ട്. എന്താണ് ഫോർ എക്സാമ്പിൾ? ഒന്ന്, പിണറായി വിജയന്റെ ഒരുപാട് പ്രശ്നങ്ങളുടെ നേട്ടം പരിഹരിക്കാൻ അതുമാതിരി ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന് ഉദാഹരണം ഞാൻ ചോദിക്കും. ഉദാഹരണത്തിന് ഒന്ന് എന്താണ് നേട്ടം? അതാ ഒന്നല്ല, ഒരുപാട് പറയാം. ഒരെണ്ണം പറയൂ. ഒരുപാടുണ്ടെങ്കിൽ ഒരെണ്ണം പറഞ്ഞുകൂടാ. 390 കോടി റുപ്യ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. 390 റുപ്യ അത് പറഞ്ഞ തമിഴിൽ പറഞ്ഞ എതിർപ്പാക്കാന്ന് പറയില്ലേ, 390-400 കോടി റുപ്യ നമ്മുടെ കേരള സംസ്ഥാനത്തിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി. അതാണ് ഗിമ്മിക്ക് എന്നുള്ള വാർത്ത കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് കിട്ടിയില്ലല്ലോ. അതിപ്പോ ബുധനാഴ്ച കിട്ടേണ്ട പണം കിട്ടിയിട്ടില്ല. നിങ്ങൾ 1400 കോടി മൊത്തത്തിൽ കൊടുക്കാനുണ്ട്, അതും കിട്ടിയിട്ടില്ല. അതിന്റെ ഇടയിൽ ഇപ്പൊ ഇത് മരവിപ്പിക്കണം പറഞ്ഞിട്ട് കത്തയക്കുന്ന പറഞ്ഞിട്ട് അയച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ്. അയക്കും. കത്തയച്ചിട്ടും കാര്യമൊന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യമാണ്. പിണറായി വിജയൻ ഇവിടുന്ന് കത്തയച്ചുകൊണ്ട് അവിടെ മരവിപ്പിക്കാനൊന്നും കഴിയില്ല. അതാണ് ഞാൻ ഗിമ്മിക്ക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് പിണറായി വിജയൻ ഇവിടുന്ന് കത്തയച്ചുകൊണ്ട് അത് നടപ്പാക്കാനൊന്നും കഴിയില്ല, മരവിപ്പിക്കാനും കഴിയില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് വിചാരിക്കണം. അതിനുള്ള ഫോം കൊടുത്തിട്ടുണ്ട്, അതിനുള്ള നിയമാവലികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വിനയ് വിശ്വത്തിന്റെ മകനും ഭാര്യയ്ക്ക് എവിടെ പഠിച്ചതാ സാറേ നിങ്ങൾക്കറിയോ? വിനയ് വിശ്വത്തിന്റെ മകനും ഭാര്യയ്ക്ക് എവിടെ പഠിക്കണതാ? പുറത്ത് പഠിക്കണം. അവരെ മക്കളും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും കാര്യത്തിനും വേണ്ടിയിട്ട് അവർ എല്ലാ കൈകാര്യം ചെയ്തു വിടും. ഇവിടെ നമ്മുടെ കുട്ടികൾ, കേരളത്തിലുള്ള കുട്ടികൾ അതൊന്നും പഠിക്കാൻ പാടില്ല. മന്ത്രി ശിവൻകുട്ടിയുടെ മകൻ എവിടെ പഠിക്കുന്നത്? ശിവൻകുട്ടിയുടെ മകൻ അവരൊക്കെ ഇവിടുത്തെ സ്കൂളുകളിലല്ലേ പഠിച്ചു വളർന്നത്? എനിക്ക് അറിയില്ല കേട്ടോ. വിദേശത്ത് പോയി കാണും പഠിക്കാൻ. സോറി, ഇപ്പൊ വിനയ് വിശ്വത്തിന്റെ ഭാര്യ അടക്കം എക്സ്ട്രാ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വിനയ് വിശ്വത്തിന്റെ ഭാര്യ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസമല്ലേ? അത് വിദേശത്ത് പോയി പലരും പഠിക്കുന്നില്ലേ? എല്ലാം ഇവരൊക്കെ ഈ ഉയർന്ന വിദ്യാഭ്യാസം ശ്രീ എന്ന് പറയുന്ന സ്കൂളുകളെ സംബന്ധിച്ചുള്ള കാര്യമല്ലേ? രാജീവിന്റെ മകൾ എവിടെ പഠിക്കുന്നത് സാറേ? അവരേത് സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. രാജീവിന്റെ മകള് പഠിക്കുന്നത് വലിയ ഇതിലുള്ള അടിപൊളി സ്കൂളിലാണ് പഠിക്കുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്കൂള്, കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയം ഇവിടെ വരാൻ പാടില്ല എന്നത് വാശിയും പിടിക്കും. അങ്ങ് ചോദിച്ചാൽ അതൊരു കാര്യം വലിയ കറക്റ്റാ കേട്ടോ. കാരണം കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് ഇടത് നേതാക്കൾ അവരുടെ കുട്ടികളെ പിൻവലിക്കണം അല്ലേ? ബിജെപിയുടെ മന്ത്രിസഭയിലുണ്ടോ സെൻട്രലില്? അല്ല, ഞാനപ്പോ അങ്ങ് പറഞ്ഞ അതെനിക്ക് ഞാൻ അതിനോട് യോജിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും സത്യത്തിൽ ഈ RSS അജണ്ട പഠിപ്പിക്കുന്നതിനെ ഭയക്കുന്ന നമ്മുടെ ഇടത് അനുകൂലികളുടെ മക്കളെല്ലാം ഈ കേന്ദ്രീയ വിദ്യാലയത്തിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പിൻവലിക്കണം അല്ലേ? അല്ല, മന്ത്രി രാജീവിന്റെ മകളെ എവിടെ പഠിക്കുന്നതാണ് ഞാൻ അന്വേഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കുട്ടികളുടെ കാര്യം രാഷ്ട്രീയത്തിലേക്ക് അവരെ വലിച്ചിരിക്കുക. പിന്നെ മാത്രമല്ല, ഒരു കുട്ടി എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ്. അല്ല, അതല്ല, അതിന് അമ്മയ്ക്കും ഉണ്ടാവുമല്ലോ, അച്ഛന് മാത്രമല്ലല്ലോ. അമ്മയ്ക്കും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അമ്മയ്ക്കും അച്ഛനും. അപ്പൊ അച്ഛൻ CPM-കാരനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ CPM-കാരനാണ് ഇപ്പൊ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ്. അപ്പൊ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു. അതപ്പോ എന്റെ ഭാര്യ അത് അംഗീകരിക്കുന്നു. ഇപ്പൊ എന്റെ ഭാര്യ എതിർത്താൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്റെ ഭാര്യ സർക്കാർ സ്കൂളിലെ ഒരു അധ്യാപിക ആയതുകൊണ്ട് എന്റെ മകൻ സർക്കാർ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നവർ ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പൊ അത് പല ആളുകളും അതിനെ വിമർശിച്ചു. പക്ഷെ ഭാര്യയൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അല്ല, ഞാനൊരു ഗിമ്മിക്ക് എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, ആ ഗിമ്മിക്ക് എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെ ആൾക്കാരും ഇവരുടെ കുട്ടികൾ മുഴുവനും നല്ല ഹൈ ലെവലിൽ പഠിക്കാനും സംവിധാനത്തിന് നമ്മുടെ കുട്ടികൾക്കൊന്നും അതിനുള്ള അനുഭവം ഉണ്ടാവരുത്. അതാണ് ഇവര് എന്തിനാ ഇവര് തടുക്കാത്തത്? ഇവര് ഏതിന് സ്വാശ്രയ കോളേജ് തടുത്തില്ലേ? CPM തടുത്തില്ലേ? സ്വാശ്രയ കോളേജിനെ തടുത്തില്ലേ? വിദേശ ഇതിനെ തടുത്തില്ലേ? ശരി, അപ്പൊ സമയം അങ്ങ് കുറെ നാളുകൾക്ക് ശേഷം വിളിച്ചുകൊണ്ട് ഞാൻ കുറച്ചധികം സമയം തന്നാണ്. ഏതായാലും അങ്ങ് വ്യക്തമാണെന്ന് മനസ്സിലാകുന്നു. അപ്പൊ എനിക്കിനി അധിക സമയമില്ല. ശ്രീരാജൻ കൊല്ലം. ശ്രീരാജൻ, ഹലോ. ഒത്തിരി സമയം അവർക്കൊക്കെ കൊടുത്ത് എനിക്കൂടെ തരണേ. അങ്ങ് എല്ലാ ദിവസവും കാണുന്ന ആളല്ലേ, അപ്പൊ അങ്ങേ നമുക്ക് കുറച്ച് ഫ്രീ ആയ ദിവസങ്ങൾ ഇപ്പൊ സമയം തീരാറായി, അതുകൊണ്ടാണ്. അതാ ഞാൻ പറയാം. പിന്നെ ന്യൂയോർക്ക് പറഞ്ഞ സത്യമാണ്. വെറുതെ വാഗ്ദാന പെരുമഴ ഈ പിണറായി വാരി കൊടുത്തു. ഇതൊക്കെ എങ്ങനെ കൊടുക്കുമെന്നുള്ള അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങളുടെ BJP നോക്കുക 15 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ എല്ലാവരും അക്കൗണ്ടിൽ വരികയും ചെയ്തു. നിങ്ങൾ ഉണ്ടാക്കിയ അത് നിങ്ങൾ പറഞ്ഞൊരു കള്ളത്തരമല്ലേ? അങ്ങനെ അത് നിങ്ങൾ പറഞ്ഞൊരു കള്ളത്തരമല്ലേ? ആ ടൈപ്പ് കൊണ്ട് നടന്ന ആളിപ്പോ BJP-യിലാ. അത് നിങ്ങൾ പറഞ്ഞ കള്ളത്തരം. അത് വെച്ചാല് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞെന്താ, അങ്ങനെ കിട്ടിയ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. CPI വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പൈസ എങ്ങനെയും വാങ്ങിച്ചു കൊടുക്കണം. 17 വർഷക്കാലം മോട്ടിലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, പ്രിയദർശിനി, പിന്നെ രാജീവ് ഗാന്ധി, മർജേ ഗാന്ധി, പിന്നെ നാട്ടിലുള്ള എല്ലാ സ്ഥാപനത്തിനും ഇവരുടെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ പേരാ. അപ്പൊ കുറച്ചുനാള് ഇവർക്കിപ്പോ 12,000 കോടി കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോ BJP-ക്കാർ എഴുതുന്ന കാര്യം പഠിപ്പിക്കുന്നതിനുള്ള കുഴപ്പം. പിന്നെ ഗാന്ധിജി റോഡ് ക്രോസ് ചെയ്യാൻ നേരം നിൽക്കുന്ന സമയത്ത് തല ഇറങ്ങി താഴെ വീണ് മരിക്കാന്ന് പറഞ്ഞാൽ ആർക്കാ
എന്ത് ചെയ്താണുള്ളത്? 12,000 കോടിയല്ലേ കിട്ടുന്നത്. ഈ കേരളം ആകെപ്പാടെ കണക്കിന് വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ അവരെഴുതുന്ന പഠിപ്പിക്കുന്നതിന് എന്താണ് സാറേ കുഴപ്പം? അതിപ്പോ ആരണ്ട് പ്രാവർത്തികമാക്കുന്നു. ഞാൻ അന്ന് പഠിച്ച കാലത്ത് ഔറംഗസീബിനെ കുറിച്ച് പഠിച്ചു, ഔറംഗസീബ് കൂടിയാണ് എന്തെന്ന്. എന്നാൽ ഇപ്പോഴറിയുന്ന ഔറംഗസീബ് 1041 അമ്പലങ്ങൾ പൊളിച്ച് പള്ളി പണിഞ്ഞ ആളാണ്. മനസ്സിലായല്ലോ. ഇതിനകത്തൊന്നും കുഴപ്പമില്ല. പൈസ വാങ്ങിച്ചിടക്കുമായിരുന്നു. ഈ CPI-ക്കാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയ ഗോൾവാർക്കറോ മറ്റേ എന്തോന്ന് വാക്കറോ ആരെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് എന്താ പോകുന്നത്? സമയം കഴിഞ്ഞു. ഞാൻ സമയം തീരുന്നതുകൊണ്ടാണ്. ഗോപാലകൃഷ്ണൻ, ശ്രീ ഗോപാലകൃഷ്ണൻ ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? സാറേ, ഞാൻ പൊതുവെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ നമ്മളൊരു കാഴ്ചയില്ലാത്ത ആളാണ്. ഹലോ. അപ്പൊ ഒരു അമേരിക്കൻ പൗരൻ എന്നും പറഞ്ഞ ഒരു പ്രദീപ് എന്ന് പറഞ്ഞ എല്ലാം തികഞ്ഞ ഒരാള് വിളിച്ചിട്ട് കണ്ണു പൊട്ടനൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യണ കേട്ടു. അപ്പൊ അദ്ദേഹത്തെ സാറൊന്ന് തിരുത്തായിരുന്നെന്താ? അതെ, അത് അദ്ദേഹം ഒരു കാഴ്ചയില്ലാത്തവരും ഈ അങ്ങ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. നമുക്ക് ഒട്ടനവധി പ്രേക്ഷകർ നമ്മുടെ അങ്ങനത്തെ ആളുകൾ അല്ലെങ്കിൽ പലതരം വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. ഒരു വിശ്വപൗരന്റെ മാതിരിയാണല്ലോ അയാൾ. ഞാൻ എന്ന് ശ്രദ്ധിക്കും. ഞാൻ ഇത് അരമണിക്കൂറുള്ളപ്പം മുതൽ ഈ പൊതുവേലി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ 1 മണിക്കൂർ ആക്കി നമ്മള് എനിക്ക് വിളിക്കാൻ പറ്റാറില്ല. കാരണം വെച്ചാൽ കാഴ്ചയില്ലാത്തവർ നമ്മൾ നമ്പറൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഈ കിട്ടാറില്ല എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ ഇന്ന് എനിക്ക് വിളിക്കണമെന്ന് തോന്നി. കാരണം വെച്ചാൽ അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും ഉണ്ടാകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറ്റേ എല്ലാ മനുഷ്യനും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം ചിലപ്പോ എല്ലാം കഴിഞ്ഞാറായിരിക്കും. പ്രദീപ് അങ്ങനെ എല്ലാം തികഞ്ഞവരായി ആരും ലോകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഒരു മുന്നണി സംവിധാനത്തിലെ CPI CPM തർക്കത്തിലാണ്. മുന്നണി സംവിധാനത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ പറഞ്ഞ് തീർക്കാവുന്ന കേസുള്ളൂ. ഇതിനും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് തീരുവോ ശ്രീ ഗോപാലകൃഷ്ണൻ? അതോ ഇത് കുറച്ച് തീർച്ചയായിട്ടും തീരില്ല. എന്താ സാഹചര്യം? ഇത് മുന്നണി എത്ര കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകും, ഒരു സംശയം വേണ്ട ആർക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ കണ്ടതെല്ലാം ഒരു ചട്ടിയും കലവുന്ന നിലയിൽ അതൊക്കെ അങ്ങനെയാണെന്ന് ഒരു മുന്നണി സംവിധാനത്തിലൊക്കെ ചില പിന്നെ ഒറ്റ പാർട്ടിയിട്ട് നിന്നാ മതിയല്ലോ. CPM ഒറ്റ പാർട്ടിയിട്ട് നിന്നാ പോലെ. പക്ഷേ ഇത് കുറച്ചും കൂടി അല്ല, അത് ആശയപരമായ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ ഘടകം എന്ന് പറഞ്ഞാൽ 1400 കോടി രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ കൃത്യമായി അവർക്കറിയാം. തീർച്ചയായിട്ടും ആ ഫണ്ട് കിട്ടേണ്ടത് നമുക്ക് ആവശ്യം തന്നെയാണ്. നമുക്ക് പണം നമുക്ക് ആവശ്യം തന്നെയാണ്. കാരണം CPI പതുക്കെ ബോധ്യപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? എന്തോ CPI പതുക്കെ ബോധ്യപ്പെടുത്താം, അതൊരു സാവകാശം എടുത്തു എന്നാണ് തീർച്ചയായിട്ടും. CPIക്ക് അത് ബോധ്യം വരുന്നില്ലെങ്കിൽ നാളെ ബോധ്യം വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ബോധ്യം ഒന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നണി മുന്നോട്ട് പോകും. ഒരു സംശയം ആർക്കും വേണ്ട. ശരി. അപ്പൊ ഏതായാലും ശ്രീ ഗോപാലകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്ന ആലുവയിൽ നിന്നാണ്. അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് അറിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം, അഭിമാനം. മാത്രമല്ല അദ്ദേഹത്തിന് ഈ ചില പരാമർശങ്ങളിൽ ഒരു വിഷമമുണ്ടായി എന്നത് ഞാൻ അതിന് അങ്ങേയറ്റം ക്ഷമാപണം നടത്തുകയാണ്. അത് അങ്ങനെ ഒരാളെ വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം പൊതുവേദിയിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതൊരു രാഷ്ട്രീയ അന്ധത എന്ന് പറയുമ്പോൾ പോലും അത് ഒഴിവാക്കാവുന്ന ഒരു പ്രയോഗമായിരുന്നു എന്നത് ഞാനും സമ്മതിക്കുകയാണ്. അപ്പോൾ സുരേന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സുരേന്ദ്രൻ. നമസ്കാരം സാറേ. നമസ്കാരം. നമുക്ക് സുരേന്ദ്രൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണെങ്കിലും ഇന്ന് ലാസ്റ്റ് സമയം തീരാറായി, അധികമില്ല. എനിക്കറിയാം സാറേ, സമയം കുറച്ചുള്ളൂ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സാറ് നേരത്തെ പറഞ്ഞു മറ്റേ രേണുക മാഡത്തിന് മാത്രമേ അഭിനന്ദിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയല്ല. ഇന്നലെ എന്നെ അടിച്ചു മലത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂയോർക്ക് ടൈംസ് സാറിനെ അഭിനന്ദിച്ചു കണ്ടല്ലോ. സാറിന് അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്. സാർ അത് മറന്നു കളഞ്ഞോ? ഞാൻ തമാശ പറഞ്ഞില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ പൊതുവേദിയിൽ പലരും ഇപ്പൊ രേണുകയെ അഭിനന്ദിക്കുന്നു, നമ്മുടെ പ്രവീണെ അഭിനന്ദിക്കുന്നു. അപ്പൊ പലരും എന്നെ മറന്നു പോകുന്നു ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. സാറിന് മറന്നിട്ടില്ല. ഇന്നലെ സാറിന് വലിയൊരു അഭിനന്ദനം കിട്ടിയ ന്യൂയോർക്ക് ടൈംസിന്റെയാണ് കിട്ടിയത്. അത് വെറുതെ കളയാൻ പറ്റുമോ? ശരി. മാറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലാണ് ഇത് മുന്നണി ചർച്ച ചെയ്തിട്ട് നടപ്പാക്കണ്ടായിരുന്നു. നടപ്പാക്കിയതിൽ തെറ്റൊന്നുമില്ല. നേരത്തെ ഒരു പ്രശ്നം BJPയുടെ ആണെങ്കിൽ ആള് പറഞ്ഞ് ശരിയാണ്. കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെയാണ് BJPക്കാരായിട്ട് പോകണ്ടേ. അതൊന്നും ശരിയല്ല. നമുക്ക് കിട്ടാനുള്ള ഫണ്ട് നേരത്തെ മേടിക്കേണ്ടതാണ്. അത് മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതുകൊണ്ട് CPI കൃഷി ഡിപ്പാർട്ട്മെന്റിലേക്ക് പൈസ മേടിച്ചിട്ടുണ്ട്. അവരുടെ മറ്റേ കാർഷിക സർവകലാശാലയ്ക്കും പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ട്. കാർഷിക സർവകലാശാലയിൽ ഇപ്പൊ ആ പാറ്റേൺ നടപ്പിലാക്കി അവര് അതിനുള്ള ഫണ്ടും കൈപ്പറ്റി 100 കോടിയോ മറ്റോ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാത്ത ഒരു പ്രശ്നമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ, ഏതായാലും ഇതാണ്. അപ്പം
അപ്പോൾ അതാണ് ശ്രീ സുരേന്ദ്രൻ്റെ പ്രതികരണം. അപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് എന്നെ അഭിനന്ദിക്കാത്തതിൽ വിഷമിക്കേണ്ടതെന്നാണ്. സുരേന്ദ്രനെ പോലുള്ളവർ വിമർശനങ്ങളാണ് സത്യത്തിൽ എനിക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങൾ. ഈ വിഷയം ഞാൻ എന്തായാലും നമ്മുടെ ഈ CPI-CPM തർക്കത്തെ സംബന്ധിച്ച വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നും ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ശരിയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് മാധ്യമ സൃഷ്ടി മാത്രമല്ല എന്നാണ് 72% ആളുകൾ പറയുന്നത്. അതേസമയം മന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് 28% ആളുകളും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ, എല്ലായിടത്തും സമാധാനം പുലരട്ടെ, അതാണ് പൊതുവേ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.